നേരം രണ്ട് വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. നീ ഒന്ന് അടങ്ങ്. അവൻ വരുന്നിടം വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. പിന്നെ ഒരു ദിവസം പോലും പറഞ്ഞ സമയത്തിന് വരത്തില്ല. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വരണോ, ഞാൻ അവനോട് പ്രത്യേകിച്ച് പറഞ്ഞതാണ്. എടാ, പ്രേമത്തിന് കുറച്ച് ക്ഷമയൊക്കെ വേണം. അത് നിനക്ക് പറ്റും കാവ്യ, പക്ഷെ എനിക്ക് പറ്റില്ല. എടാ, തന്നോട് ഇതും കൂടി ചേർത്ത് 7ാമത്തെ തവണയല്ലേ ഞാൻ പറയുന്നത്. ഒരാളൂടി വരാനുണ്ട്, വന്നിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഒന്ന് പോയി തരൂ. സോറി മാഡം. ഓക്കെ. എടി, ഞാൻ വിളിക്കാൻ, നീ വയ്ക്കേ. ഹലോ, എവിടാ നീ? എത്ര നേരം വിളിക്കണം? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? വണ്ടി ഒന്ന് വെച്ചോട്ട്. പതിനെട്ട് മിനിറ്റ് 36 സെക്കൻഡ് നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. നിന്റെ അടുത്തുള്ള ദേഷ്യം കാരണം പാവ വീട്ടിൽ ചേട്ടനോട് വരെ ഞാൻ ദേഷ്യപ്പെട്ടു. നിനക്കൊന്ന് 18 മിനിറ്റ് അല്ലേ ആയുള്ളൂ. അതത്ര വലിയ നേരമൊന്നുമല്ല. ഞാൻ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങിയാണെന്ന് അറിയാവൂ? ഒടുക്കത്തെ ബ്ലോക്കും വൃത്തികെട്ട ചൂടും. ഞാനൊന്ന് ഒരു മിനിറ്റ് ചേട്ടാ, ഒന്ന് വന്ന സാർ, ഒരു പൈനാപ്പിൾ ജ്യൂസ്. നിനക്ക് 2 പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ ജ്യൂസ് 2. ഞാൻ പറഞ്ഞു നിന്നോട് എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന്. എടോ, ഒരു മാംഗോ, ഒരു പൈനാപ്പിൾ. നീ എന്തോ പറയാൻ വന്നില്ല, അത് പറ. ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാ, പക്ഷെ ഞാനായിട്ടത് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അതിപ്പോ നീ തന്നെ നിന്റെ കുഴപ്പം. എന്ത് പറഞ്ഞാലും അതിന്റെ ഇടയ്ക്ക് കയറി പറയും. അല്ല, അപ്പൊ നീ എന്താണ് ഇപ്പൊ ചെയ്തത്? ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കയറി പറഞ്ഞാലും നീ എന്തോ പറയാൻ വന്നല്ലേ? എന്തായിരുന്നു അത്? അല്ല, ഞാനൊരു 18 മിനിറ്റ് 36 സെക്കൻഡ് ലേറ്റ് അല്ലേ? അപ്പൊ നീ പറ. എന്തായാലും നീ ലേറ്റ് അല്ലേ, അപ്പൊ പിന്നെ നീ തന്നെ പറ. ഞാൻ ഇടയിൽ കയറി സംസാരിക്കുന്ന ആളല്ലേ, അപ്പൊ നീ പറ. അതൊക്കെ ശരി, പക്ഷെ ഇപ്പൊ നീ ആദ്യം പറഞ്ഞാ മതി. നീ പറഞ്ഞിട്ടേ ഞാൻ പറയണുള്ളൂ. നീ പറഞ്ഞിട്ടേ ഞാൻ പറയൂ. രമ്യ, നീ പറ. നീ പറ. എടി, നീ പറ. 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 നീ പറയടി. നിന്റെയൊക്കെ കയ്യിലിരിക്കണത് മെനു കാർഡാണ്, അല്ലാതെ മോഡേൺ ആർട്ടല്ല. ഇങ്ങനെ നോക്കി അപഗ്രഥിച്ചോണ്ടിരിക്കാൻ. കഫേന്ന് ബോർഡ് കണ്ട അപ്പ ഇറങ്ങിക്കോളും കുറ്റിയും പറിച്ച് യുവമിതനങ്ങൾ സല്ലപിക്കാൻ വേണ്ടി. 2 പുളുക്ക ജ്യൂസ് ഓർഡർ ചെയ്യും. അവന്റെ കുണവിധകരം കേൾക്കണം. നിനക്ക് കഴിക്കാൻ വല്ല വേണോടി? ഫ്രഞ്ച് ഫ്രൈസ്. നിനക്ക് അവച്ച കിഴങ്ങ് ഞാൻ തരാം. എന്തായാലും എന്റെ പണി പോയി. ഞാൻ നിന്റെ അടുത്ത് വഴക്കിടാനൊന്നും വന്നതല്ല. ഒരു കാര്യം പറയണം, പോണം, അത്രേ ഉള്ളൂ. നീ പറയണ കേട്ടോ തോന്നൂല്ലോ ഞാൻ നിന്റെ അടുത്ത് വഴക്കിടാൻ വന്നതാണെന്ന്. ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അരവിന്ദ്, പറ. നീ പറയാൻ വന്ന കാര്യം പറയേ. അങ്ങനെ ഇപ്പൊ ഞാൻ പറയണില്ല. എങ്കിൽ ഞാനും. നീ പറയണ്ട. അല്ലെങ്കിലും പറയുന്നില്ലല്ലോ. ഞാൻ പറയാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും പറയുന്നില്ല. പറഞ്ഞാലും എനിക്ക് കേൾക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ. ശരി, അല്ലെങ്കിൽ ഞാൻ തന്നെ എപ്പോഴും തോട്ടി കയറണമല്ലോ. രമ്യ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പുണ്ട്. ഇത് പറയാനാണ് നീ. എവിടെ പോയി? എന്നോട് അലച്ചലച്ചെന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. വെള്ളം വാങ്ങാൻ പോയതാണ്. നിന്റെ ദേഷ്യമൊക്കെ മാറിയോ? എന്ത് ദേഷ്യം? എപ്പോഴും ഉള്ളത് തന്നെയല്ലേ. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാ, കാവ്യക്ക് നിന്നെ ഇഷ്ടമാണ്.
എടി നീ ഇതിപ്പോ കാര്യമായിട്ടാണോ പറഞ്ഞേ? പിന്നല്ലാതെ നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? അതിന് ഞാൻ അവളെ ഒരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവക്കിത് പറയാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാ എന്നെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൾ ഇത് പറഞ്ഞപ്പോ നീ എന്തോ പറഞ്ഞു? ഞാൻ എന്തു പറയണം? അവൾ എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. നീ എന്തായാലും ആലോചിച്ച് എന്നോട് പറയ്. എനിക്കിതിൽ ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല രമ്യ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം, നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ ഈ കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആയിരിക്കൂല എൻ്റെ അടുത്ത് സംസാരിക്കണം. അത് നിനക്കും നന്നായിട്ട് അറിയാം. എടി, ഇതിപ്പോ നീ എന്നെ മാത്രമല്ല നിന്നെ സ്വയം പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയാലോ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂലേ? ഇതൊക്കെ അറിഞ്ഞ അവൾ എന്ത് വിചാരിക്കും? എടി, അവൾ എന്തെങ്കിലും വിചാരിക്കട്ടെ. എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഇനി നിനക്ക് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. വേണ്ട വേണ്ട, നീ എന്തായാലും വീട്ടിൽ പോയി സമാധാനമായിട്ട് ആലോചിച്ച് കവിയുടെ കാര്യത്തിൽ ഒരു മറുപടി പറ. ഇത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. എനിക്കിനി ഇതിലൊന്നും ആലോചിക്കാനില്ല. ഞാനിപ്പോ തന്നെ പറയാം. നോ. എന്റെ പൊന്നു രമ്യ, നീ ഒന്ന് ആലോചിച്ചിട്ട് പറ. ഇതിനൊക്കെ മുൻപ് ഞാനാണ് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞെങ്കിൽ നീ എന്ത് പറയായിരുന്നു? ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞു അത് തന്നെ പറയും. രമ്യ, അങ്ങനെ അല്ല. എനിക്കിനി ഇതിലൊന്നും പറയാനില്ല. എനിക്ക് പോണം. നീ ഇതിലൊരു തീരുമാനം പറഞ്ഞിട്ട് പോയാ മതി. ഇനി ഇതിൽ എന്ത് പറയാനാണ്? പറയാനുള്ളതല്ലേ ഞാൻ പറഞ്ഞില്ലേ. നീ എന്താ എന്നെ ഫോഴ്സ് ചെയ്ത് ഇഷ്ടമെന്ന് പറയിപ്പിക്കാൻ നോക്കണോ? കൈവിട്. എടിക്കത് അങ്ങനെ ഒന്നും അല്ലെന്ന്. പിന്നെ എങ്ങനെ? എനിക്ക് പോണം. എന്നാ പിന്നെ നിക്ക്, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊക്കോളാം. നേരം രണ്ട് വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. പെട്രോൾ അടിച്ചാടാ. എടാ എന്തായി? അവൻ എന്ത് പറഞ്ഞു? അതവൻ നോയാ പറഞ്ഞത്. നീ ഇതാലോചിച്ച് വിഷമിക്കോ ആഹാരം കഴിക്കാതിരിക്കോ ഒന്നും ചെയ്യരുത്. എന്തായാലും വീട്ടിൽ പോയി അവനോട് ഒന്നുകൂടി ആലോചിക്കും. നിന്റെ മറ്റേ ഫ്രണ്ട് ഉണ്ടല്ലേ, എന്തുവരുന്നു അവന്റെ പേര്? സുദർശ. ആദർശ. അവൻ കമ്മിറ്റഡ് ആണോ? നാണോ വിട്ടോട് നായ ഒറ്റ പോടി. അതും പോയി. എടി, ഇതിപ്പോ നീ എന്നെ മാത്രമല്ല നിന്നെ സ്വയം പറ്റിച്ചോണ്ടിരിക്കുകയാണ്. രമ്യ, ഞാൻ ഈ 2 ദിവസവും നന്നായിട്ട് ആലോചിച്ചു. നീ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. നിന്നെ ഫോഴ്സ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഇനി എപ്പോഴെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാലോ നീ പറഞ്ഞില്ലേ? അത് തോന്നി. എനിക്കും നിന്നെ ഇഷ്ടമാണ്. എനിക്കും അവളെ ഇഷ്ടമാണ്.